ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ കേരള PSCയുടെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കുള്ള എക്സാം വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിന് ഹെൽപ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് സർക്യൂട്ട്സിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 99% പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. കിർച്ചോഫ് ലോ അറിയില്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിർച്ചോഫ്സ് ലോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കിർച്ചോഫ്സ് കറണ്ട് ലോ ആൻഡ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, KCL ആൻഡ് KVL, ഇത് രണ്ടുമാണ് കിർച്ചോഫ്സ് ലോ എന്നും പറഞ്ഞിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിൽ KCL, കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു നോഡിലാണ്. നോഡ് വാട്ട് ഈസ് നോഡ്? നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ബ്രാഞ്ചുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ നോഡ്. മൂന്ന് ബ്രാഞ്ചുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അനദർ നോഡ്. അപ്പോൾ ഈ നോഡിലാണ് KCL ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് KCL ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. Algebraic sum of all currents at any node is equal to 0. എന്താണ്? Algebraic sum of all currents at any node is equal to 0. ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ ആ നോഡിൽ വരുന്ന കറൻസിന്റെ ഓൾജിബ്രായിക് സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ കാണാം, നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം ആയിട്ട് ഞാൻ ഇവിടെ ഒരു നോഡ് വെച്ചിട്ടുണ്ട്. ഈ നോഡ് ഇത് നോഡാണ് എന്നുള്ളതിന് നമുക്ക് ഡൗട്ടൊന്നുമില്ല. കാരണം എന്താ? ഈ നോഡിൽ വരുന്ന ബ്രാഞ്ചുകളാണ് ഒരു ബ്രാഞ്ച്, രണ്ട് ബ്രാഞ്ച്, മൂന്ന് ബ്രാഞ്ച്, നാല് ബ്രാഞ്ചുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷുവർലി ഇറ്റ്സ് എ നോഡ്. ആ നോഡിൽ പാസ് ചെയ്യുന്ന ഡിഫറെന്റ് കറണ്ടുകളാണ് I1, I2, I3, I4. 4 കറൻസുകൾ 4 ബ്രാഞ്ചിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ കറണ്ടുകളെല്ലാം ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നോഡാണ്. അപ്പോൾ ആ നോഡിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യേണ്ടത്? കിർച്ചോഫ് കറണ്ട് ലോ ഡിഫൈൻ ചെയ്യേണ്ടത്. കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത് എന്താ? Algebraic sum of all current at any node is equal to 0. ആ നോഡിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ കറണ്ടുകളുടെയും ഓൾജിബ്രായിക് സം 0 എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാതെ 4 കറണ്ടുകൾ I1, I2, I3, I4, ഈ 4 കറണ്ടുകൾ തോന്നിയ പോലെ I1 + I2 + I3 + I4 = 0 എന്നല്ല. ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറൻസിന്റെ ഡയറക്ഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം? നമ്മൾ ഈ നോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് 4 കറണ്ടുകളാണ്, I1, I2, I3, I4. അതിൽ 2 കറണ്ടിന് ഞാൻ ബ്ലൂ ലൈൻസിലും 2 കറണ്ടിന് റെഡ് ലൈൻസും വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ കറണ്ട്സ് തമ്മിലുള്ള വ്യത്യാസം? അതിൽ I1 എന്ന് പറയുന്ന കറണ്ട് ഈ നോഡിലേക്ക് പോകുന്ന കറണ്ടാണ്. അതേപോലെ I2 എന്ന് പറയുന്ന കറണ്ട് നോഡിലേക്ക് പോകുന്ന കറണ്ടാണ്. പക്ഷെ I3, I4 നോക്കിയാൽ നിങ്ങൾ നോഡിൽ നിന്ന് അകന്നു പോകുന്ന കറണ്ടാണ് I4, നോഡിൽ നിന്ന് അകന്നു പോകുന്ന കറണ്ടാണ് I3. അപ്പോൾ 2 ടൈപ്പ് കറണ്ടുകൾ അവിടെ വരുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് നോഡിലേക്ക് വരുന്നു, ഒന്ന് നോഡിൽ നിന്ന് പോകുന്നു. അപ്പോൾ 2 കറണ്ടുകളും അപ്രോച്ച് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ KCL അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഓൾജിബ്രായിക് സം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഡയറക്ഷൻസ് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കറണ്ടാണോ പോകുന്ന കറണ്ടാണോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ശരി, കൺസിഡർ ചെയ്ത് നമ്മൾ എങ്ങനെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും? നമ്മളൊരു അസംഷൻ ഉണ്ടാക്കണം. എന്ത് അസംഷൻ? വരുന്ന കറണ്ടിന് ഒരു പൊളാരിറ്റി കൊടുക്കുക, പോകുന്ന കറണ്ടിന് വേറൊരു പൊളാരിറ്റി കൊടുക്കുക. ഏത് പൊളാരിറ്റി കൊടുക്കണം? അത് നമുക്ക് ഇഷ്ടമുള്ള പൊളാരിറ്റി കൊടുക്കാം. പക്ഷേ നമ്മളൊരു സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പൊളാരിറ്റി നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൊളാരിറ്റി മാറ്റരുത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ വിചാരിക്കുന്നു, എന്താ വിചാരിക്കുക? വരുന്ന കറണ്ടുകൾ, ഇൻകമിങ് ആയിട്ടുള്ള കറണ്ടുകൾ, വരുന്ന കറണ്ടുകളെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, പോകുന്ന കറണ്ടുകളെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിലുള്ള എല്ലാ കറണ്ടുകളെയും നമ്മൾ ഈ തരത്തിൽ അനലൈസ് ചെയ്യണം. അല്ലാതെ ഒരു നോഡ് എടുത്തിട്ട് നമ്മൾ ഈ പൊളാരിറ്റി കൊടുത്തു, അടുത്ത നോഡിൽ നമ്മൾ ഈ പൊളാരിറ്റി മാറ്റി ചിന്തിക്കരുത്. അപ്പോൾ ശരിക്കും ഞാൻ എടുക്കുന്ന പൊളാരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻകമിങ് കറൻസിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, ഔട്ട് ഗോയിങ് കറൻസിനെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. ഇൻകമിങ്ങിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഔട്ട് ഗോയിങ്ങിനെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്ന പൊളാരിറ്റിയാണ്. നിങ്ങൾക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റി എടുത്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. തെറ്റൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക്
നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. എനിക്ക് എങ്ങനെയാണ്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വരുന്ന കാര്യം സന്തോഷത്തിൽ എടുക്കുകയാണെങ്കിൽ ഇൻകമ്മിങ്ങിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് ആണെങ്കിൽ ആ ഔട്ട് ഗോയിങ്ങിന് നെഗറ്റീവായിട്ട് എടുക്കുക. ഇങ്ങനെയാണ് ഞാൻ സാധാരണ റിലേറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇൻകമ്മിങ്ങിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, ഔട്ട് ഗോയിങ്ങിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കറൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് I1 എന്ന് പറയുന്നത് എന്ത് കറണ്ടാണ്? ഇൻകമ്മിങ് കറണ്ടാണ്, നോഡിലേക്ക് വരികയാണ്. സോ I1നെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് I2 എന്ന് പറയുന്ന കറണ്ട് എന്താണ്? നോഡിലേക്ക് വരുന്ന കറണ്ടാണ്. അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. ശരി, നെക്സ്റ്റ് എന്താണ് അടുത്ത കറണ്ട്? I3 എന്ന് പറയുന്ന നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കറണ്ടാണ്. നെഗറ്റീവ് പോകുന്നു, പുറത്തോട്ട് പോകുന്നു, നെഗറ്റീവ്. സോ കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ്. സോ നെഗറ്റീവ് I3. സിമിലർലി I4 എന്ന് പറയുന്ന പുറത്തോട്ട് പോകുന്ന കറണ്ടാണ്, ലീവിംഗ് കറണ്ടാണ്, നെഗറ്റീവ്. സോ കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ്. സോ ദിസ് ഈസ് ദ KCL ഇക്വേഷൻ ഫോർ ദ ഗിവൺ നോഡ്. I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 ഈസ് ഈക്വൽ ടു 0. ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? I1 പ്ലസ് I2 ഈക്വൽ ടു I3 പ്ലസ് I4. എങ്ങനെ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഈ I3നെയും ഈ I4നെയും ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ I1 പ്ലസ് I2 ഈക്വൽ ടു I3 പ്ലസ് I4. നോക്കിയേ, I1ഉം I2ഉം തമ്മിലുള്ള I1ഉം I2ഉം എന്താണ് കോമൺ ആയിട്ടുള്ള സ്വഭാവം? I1 I2ഉം എൻറ്ററിങ് കറൻസ് ആണ്. I3 I4ന്റെ സ്വഭാവം എന്താ? ലീവിംഗ് കറൻസ് ആണ്. So sum of entering current is equal to sum of leaving current. That is another statement for KCL. Current entering is equal to current leaving at a node. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും KCLന് അപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾജിബ്രായിക് സം ഓഫ് ഓൾ കറൻസ് അറ്റ് എനി നോഡ് ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഓൾജിബ്രായിക് സം എടുത്തു. I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 ഈക്വൽ ടു 0. ഏത് പൊളാരിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്? നമ്മൾ കൺസിഡർ ചെയ്ത പൊളാരിറ്റി ഇൻകമിംഗ് കറന്റിനെ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറന്റിനെ നെഗറ്റീവായിട്ടും എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഓൾജിബ്രായിക് സം ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻട്രിങ് കറന്റിന്റെ സമ്മ് ലീവിംഗ് കറന്റിന്റെ സമ്മായിട്ട് കിട്ടി. സോ ദിസ് ഈസ് ദ KCL ലോ. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ജസ്റ്റ് പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഓക്കെ, ഇതൊരു നോഡാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്താ? അതിൻ്റെ അകത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ 1 2 3 4 5 ബ്രാഞ്ചസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കറൻസിനെ കളർ വെച്ചിട്ടൊന്നും റെപ്രസെന്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് ഇപ്പോൾ KCL അറിയുന്നത് കൊണ്ട് കളർ വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ. സോ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുക? I1 I2 I3 I4 I5 എങ്ങനെ എഴുതുക? ഓൾജിബ്രായിക് സം അറ്റ് എനി നോഡ് ഈസ് ഈക്വൽ ടു 0. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൊളാരിറ്റി എന്താണ്? നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകമിങ് ചെയ്യുന്ന കറണ്ട് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, നോഡിൽ നിന്ന് പുറത്തു പോകുന്ന കറണ്ട് ആണെങ്കിൽ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ എന്ന് പറഞ്ഞ KCL എന്ന് പറഞ്ഞ KCL ആസ് പെർ KCL ദ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഫസ്റ്റ് കറണ്ട് I1 എന്ത് കറണ്ടാണ് നോക്കിയേ? I1 ഈസ് എൻറ്ററിങ് കറണ്ട്. സോ കൺസിഡർ ഇറ്റ് ആസ് പോസിറ്റീവ് പ്ലസ് I1. നെക്സ്റ്റ് I2 എന്ത് കറണ്ടാണ് നോക്കിയേ? ലീവിംഗ് കറണ്ട് ആണ്. സോ ലീവിംഗ് ഈസ് നെഗറ്റീവ്. കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് I3 ഈസ് എൻറ്ററിംഗ് കറണ്ട്. I3 എൻറ്ററിംഗ് കറണ്ട് ആണ്. എൻറ്ററിംഗ് കറണ്ടിനെ നമ്മൾ എന്താക്കി എടുക്കുന്നു? പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് I4 ഈസ് ഓൾസോ എൻറ്ററിംഗ് കറണ്ട്. കൺസിഡർ ഇറ്റ് ആസ് പോസിറ്റീവ്. ലാസ്റ്റ് I5 ഈസ് ലീവിംഗ് കറണ്ട്. സോ കൺസിഡർ ഇറ്റ് ആസ് മൈനസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ I1 പ്ലസ് I3 പ്ലസ് I4 ഈക്വൽ ടു I2 പ്ലസ് I5. ഇപ്പോഴും നോക്കിയേ, I1 I3 I4 I1 I3 I4 I1 I3 I4 മൂന്ന് കറണ്ടും എന്താ? എൻട്രിങ് കറണ്ട്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലുള്ള ടേംസ് എന്താ? I2 പ്ലസ് I5 പ്ലസ് I5 എന്ത് കറണ്ടാ? ലീവിംഗ് കറണ്ട്. അപ്പൊ ഇവിടുത്തെ കേസിലും എന്താ? എൻട്രിങ് കറണ്ട്. സം ഓഫ് എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ലീവിംഗ് കറണ്ട്. ഇവിടെയും എന്താണ്? ആ ലോ അപ്ലിക്കബിൾ ആണ്. സിമ്പിൾ അല്ലേ? അപ്പൊ KCL എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. കറൻസ് എല്ലാം അറിയാമെങ്കിൽ നോഡ്സിന്റെ അകത്ത് വരുന്ന എല്ലാ കറൻസും അതിന്റെ ഡയറക്ഷനും അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ണും പൂട്ടി എഴുതാൻ പറ്റിയ ഒരു ലോ ആണ് എന്ത്? KCL എന്ന് പറയുന്നത്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഈസ് KCL. Algebraic sum of all currents at any node is equal to 0. അല്ലെങ്കിൽ sum of entering current is equal to sum of leaving currents.
ഇതേപോലെ തന്നെ ഉള്ള അടുത്ത ലോ ആണ് KVL എന്ന് പറയുന്നത്. സോ KVL ഈസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. KVL കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. KVL അപ്ലൈ ചെയ്ത് KCL അപ്ലൈ ചെയ്യുന്നത് നോഡിലാണെങ്കിൽ KVL അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? KVL ഈസ് അപ്ലൈഡ് ഇൻ എ ക്ലോസ്ഡ് പാത്ത്. ക്ലോസ്ഡ് പാത്തിനെ നമുക്ക് വേണമെങ്കിൽ മെഷ് എന്നോ ലൂപ്പ് എന്നോ ഒക്കെ പറയാം. എന്താണ് ക്ലോസ്ഡ് പാത്ത്? ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയെടുത്ത് തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പാത്തുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത്. KVL അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? ക്ലോസ്ഡ് പാത്തിലാണ് നമുക്ക് KVL അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്താണ് അതിന്റെ കാര്യം പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എന്താണ്? Algebraic sum of all voltages in a closed path is equal to 0. KCL കിർച്ചോഫ് കറണ്ട് ലോ, കറണ്ടിനെയാണ് പറയുന്നത്. KVL കിർച്ചോഫ് വോൾട്ടേജ് ലോ, വോൾട്ടേജിനെയാണ് പറയുന്നത്. KCL പറയുന്നത് ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ KVL പറയുന്നത് എന്തായിരിക്കും? ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജസ് ഈക്വൽ ടു 0. KCL അപ്ലൈ ചെയ്തിരിക്കുന്നത് നോഡിലാണ്. സോ ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് ഇൻ എ നോഡ് ഈസ് ഈക്വൽ ടു 0. KVL അപ്ലൈ ചെയ്യുന്നത് ക്ലോസ്ഡ് പാത്തിലാണ്. സോ ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു 0. സോ കമ്പയർ ചെയ്ത് പഠിക്കാൻ രണ്ടും, അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പാകത്തിന് ഞാനിവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് പാത്ത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി സെയിം പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. സോ ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത്. ആ ക്ലോസ്ഡ് പാത്തിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വോൾട്ടേജസ് മാർക്ക് ചെയ്തിട്ട് കാണാം. അതായത് ഈ ക്ലോസ്ഡ് പാത്തിൽ ഈ ഒരു ബ്രാഞ്ചിൽ എന്തോ ഒരു എലിമെന്റ് ഉണ്ട്. ആ എലിമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V1. ഈ ഒരു ബ്രാഞ്ചിൽ ഇവിടെ ഒരു എലിമെന്റ് ഉണ്ട്. ആ എലിമെന്റിന്റെ വോൾട്ടേജ് ആണ് V2. ഈ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ ഒരു എലിമെന്റ് ഉണ്ട്. ആ എലിമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V3. സിമിലർലി ഇങ്ങനെ ഒരു എലിമെന്റ് ഉണ്ട്. ഈ എലിമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V4. സോ ദർ ആർ ടോട്ടൽ 4 വോൾട്ടേജസ് അക്രോസ് എ ക്ലോസ്ഡ് പാത്ത്. ഒരു ക്ലോസ്ഡ് പാത്തിന് അക്രോസിലായിട്ട് നമുക്ക് 4 വോൾട്ടേജസ് അവിടെ കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഓൾജിബ്രായിക് സം ആണ് എടുക്കേണ്ടത്. ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? പൊളാരിറ്റി കൺസിഡർ ചെയ്യണം. എങ്ങനെ പൊളാരിറ്റി കൺസിഡർ ചെയ്യും? ഇതിന്റെ പൊളാരിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റും. എന്താ? മൈനസ് പ്ലസ്, പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് ഡിഫറൻ്റ് അല്ലേ? പൊളാരിറ്റി ഡിഫറൻ്റ് അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊളാരിറ്റിക്ക് നേരത്തെ കറണ്ടിനെ പറഞ്ഞതുപോലെ ഒരു റൂള് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളെ KCLന് നമ്മൾ എന്ത് റൂൾ അപ്ലൈ ചെയ്തോ അതേപോലെ ഒരു റൂള് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്താണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും ക്ലോസ്ഡ് പാത്തിൽ കൂടെ പോകുന്ന സമയത്ത് മൈനസ് നിന്ന് പ്ലസ്സിലേക്ക് കണ്ടാൽ, മൈനസ് നിന്ന് പ്ലസ്സിലേക്കാണ് വോൾട്ടേജ് കിടക്കുന്നതെങ്കിൽ അതിനെ പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലേ? മൈനസ് നിന്ന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് അല്ലേ? അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. എവിടെയെങ്കിലും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന കണ്ടാൽ അതിനെ മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് ഞാൻ കൊടുക്കാറുള്ള പൊളാരിറ്റി. എങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ള പൊളാരിറ്റി? അതായത് എവിടെയെങ്കിലും മൈനസ് നിന്ന് പ്ലസ്സിലേക്കാണ് പൊളാരിറ്റി പോകുന്നതെങ്കിൽ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പൊളാരിറ്റി പോകുന്നതെങ്കിൽ കൺസിഡർ ഇറ്റ് ആസ് പോസിറ്റീവ് വോൾട്ടേജ്. സിമിലർലി എവിടെയെങ്കിലും പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് വോൾട്ടേജ് പോകുന്നതെങ്കിൽ കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഈ ഒരു പൊളാരിറ്റിയിലാണ് ഞാൻ സാധാരണ കൺസിഡർ ചെയ്യാറ്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് പൊളാരിറ്റി കൺസിഡർ ചെയ്യാം, യാതൊരു തെറ്റ് സംഭവിക്കില്ല. കാരണം എന്താ? എൻറ്റയർ ഇക്വേഷനെ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റേ ഉള്ളൂ ഇതിന്. അതുകൊണ്ട് തന്നെയാണ് KCLലും പറഞ്ഞത്, നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്നത് സങ്കടമായിട്ടും വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത് സന്തോഷമായിട്ടും എടുക്കാം. അപ്പോഴും ഇക്വേഷന് തെറ്റൊന്നും പറ്റില്ല. ഓക്കെ, ഇക്വേഷൻ സെയിം ആയിരിക്കും. ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കാം. ഓൾജിബ്രായിക് സം ഓഫ് ഓൾ വോൾട്ടേജസിന്റെ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു 0. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ക്ലോസ്ഡ് പാത്തായിട്ട് കൺസിഡർ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡയറക്ഷൻ മാറിപ്പോരുത്. ഈ വോൾട്ടേജിന് അക്രോസ് ഈ ഡയറക്ഷനിലും ഈ വോൾട്ടേജിന് അക്രോസ് ഈ ഡയറക്ഷനിലും ചിന്തിക്കരുത്. ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ പോവാം. ക്ലോസ്ഡ് പാത്ത് ഇവിടുന്ന് തുടങ്ങി ഇവിടേക്ക് തീരുന്നതായിട്ട് ഒരൊറ്റ ക്ലോസ്ഡ് പാത്ത് ഡയറക്ഷൻ അസ്യൂം ചെയ്യാം. ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ക്ലോസ്ഡ് പാത്തിന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കാം, അപ്പോഴും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസിൽ നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് എൻകോഡർ ചെയ്യുന്ന വോൾട്ടേജ് ഏതാ? V1. V1ന്റെ പൊളാരിറ്റി എങ്ങനെയാ? മൈനസ് ടു പ്ലസ്. മൈനസ് ടു പ്ലസിനെ ഞാൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? മൈനസ് ടു പ്ലസിനെ പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വോൾട്ടേജ് ഈസ് പ്ലസ് V1. സെക്കൻഡ് വരുന്ന എൻകൗണ്ടർ ചെയ്യുന്ന വോൾട്ടേജ് ഏതാ? V2. V2യുടെ പൊളാരിറ്റി എന്താ? പ്ലസ് ടു മൈനസ്. പ്ലസ് ടു മൈനസിനെ ഞാൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നെഗറ്റീവ്. സോ കൺസിഡർ ഇറ്റ് ആസ് മൈനസ് V2.
നെക്സ്റ്റ് വോൾട്ടേജ് വരുന്നത് V3. V3യുടെ പൊളാരിറ്റി എങ്ങനെയാണ്? -2 പ്ലസ്. -2 ഞാൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പ്ലസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ കൺസിഡർ ഇറ്റ് ആസ് +V3. ലാസ്റ്റ് വോൾട്ടേജ് ഇതാ ഇവിടെ എത്തി. ലാസ്റ്റ് വോൾട്ടേജ് എന്താ? +2 മൈനസ് എന്ന് പറയുന്ന വോൾട്ടേജിനെ ഞാൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? മൈനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ -V4 = 0. So this is V1 minus V2 plus V3 minus V4 is equal to 0 is the KVL equation at the given closed path. Okay, അപ്പോൾ KVL equation എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? For the given closed path. അപ്പോൾ KCL ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്കറിയാം, KVL ഇക്വേഷൻ എഴുതാനും ഇപ്പോൾ അറിയാം. KCL ആണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? നോഡിലാണ്, കറൻസ് ആണ്, കിർച്ചോഫ് കറന്റ് ലോ ആണ്. ഓൾജിബ്രൈക് സം ഓഫ് കറൻസ് ഈസ് ഈക്വൽ ടു 0. KVL ആണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പിലാണ്, വോൾട്ടേജ് ആണ്. ഓൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് അക്രോസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ KVL ആൻഡ് KCL. ഇനി ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്. അതായത് നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസിലായിരിക്കും ഈ KVL KCL നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരാം. അതിൽ പറയുന്നത് രണ്ട് തരത്തിലാണ് നമുക്ക് സർക്യൂട്ട്സിൽ നെറ്റ്വർക്ക്സ് ഉണ്ടാവുക. ഇലക്ട്രിക് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉണ്ടാവുക. ഒന്നുകിൽ ആക്റ്റീവ് സോഴ്സസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ആക്റ്റീവ് സോഴ്സസ് ഉണ്ടാവില്ല. സോഴ്സസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ്. നമ്മളെപ്പോഴും ഒരു സർക്യൂട്ട്, നിങ്ങൾ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. സിമിലർലി ഒരു സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ കറണ്ട് സോഴ്സ്. ഈ സോഴ്സുകൾ ഉള്ള സർക്യൂട്ടുകളും ഉണ്ട്, ഈ സോഴ്സസ് ഇല്ലാത്ത സർക്യൂട്ടുകളും ഉണ്ട്. സാധാരണ എഞ്ചിനീയറിംഗ് ലെവലിലുള്ള ടെക്നിക്കൽ എക്സാംസിന് സോഴ്സുകളുള്ള സർക്യൂട്ട്സ് ആണ് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ സോഴ്സുകൾ ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ when active sources are present, current flow in a source will be from negative to positive. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ നമ്മുടെ എന്താ തന്നിട്ടുണ്ടാവുക? സോഴ്സസ് ഉണ്ടാവും, ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്സ്, ഇങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. ഇതിൽ കൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. കറണ്ടിന്റെ ഡയറക്ഷൻ തരാതെ നമുക്ക് KCL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കറണ്ടിന്റെ ഡയറക്ഷൻസ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ സൗകര്യത്തിന് എടുക്കുന്നതല്ല, ദിസ് ഈസ് എ ലോ, ദിസ് ഈസ് എ റൂൾ. അല്ലാതെ നമ്മുടെ സൗകര്യത്തിന് എടുക്കുന്നതല്ല. റൂൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ current flow in sources will be from minus to positive, negative to positive, because they are delivering energy. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി അങ്ങോട്ട് കൊടുക്കുന്ന, അതാണല്ലോ സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എനർജീനെ സപ്ലൈ ചെയ്യാൻ പറ്റിയ ആളാണ് സോഴ്സ്. അതുകൊണ്ട് തന്നെ അതിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കായിരിക്കും? മൈനസ് നിന്ന് പോസിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് കറണ്ട് ഫ്ലോ ഇൻ പാസീവ് എലിമെന്റ്സ് വിൽ ബി ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ബിക്കോസ് ദേ ആർ അബ്സോർബിങ് എനർജി. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർക്യൂട്ട്, സപ്പോസ് ഞാനൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നു, ദിസ് ഈസ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും വോൾട്ടേജ് സോഴ്സും ഉണ്ട് എന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് എ source present circuit അല്ലേ? when an active source is present, here active source is present. ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിൽ ആക്റ്റീവ് സോഴ്സും ഉണ്ട്, പാസീവ് എലിമെന്റ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് സോഴ്സിന് അക്രോസ് -to പ്ലസും പാസീവ് എലിമെന്റ്സിന് അക്രോസ് +to മൈനസും ആയിരിക്കും. അപ്പോൾ ഇവിടെ -to പ്ലസ് ഏതാ സോഴ്സിൽ? ഇത് മൈനസ്, ഇത് പ്ലസ്, ഇതല്ലേ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പാസീവ് എലിമെന്റ്സ് ആണല്ലോ. പാസീവ് എലിമെന്റ്സിന്റെ അക്രോസ് കറണ്ട് പോവുക എവിടെ നിന്ന് എങ്ങോട്ടേക്കാന്നാ പറഞ്ഞത്? പ്ലസ് നിന്ന് മൈനസിലേക്ക്. സോ ദിസ് ഈസ് ദ പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ സർക്യൂട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് പൊളാരിറ്റിയും കറണ്ട് പൊളാരിറ്റിയും ഐഡന്റിഫൈ ചെയ്യുക. വോൾട്ടേജ് പൊളാരിറ്റി അറിയെങ്കിലല്ലേ KVL അപ്ലൈ ചെയ്യാൻ പറ്റൂ, കറണ്ട് പൊളാരിറ്റി അറിയെങ്കിലല്ലേ KCL അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സും എലിമെന്റ്സും മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ അതിൽ വോൾട്ടേജ് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, കറണ്ട് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കറണ്ട് പൊളാരിറ്റിയും വോൾട്ടേജ് പൊളാരിറ്റിയും മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഴ്സ് ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ സോഴ്സിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മൈനസ് നിന്ന് പ്ലസിലേക്ക് ആയിരിക്കും, പാസീവ് എലിമെന്റ്സിൽ കറണ്ടിന്റെ ഡയറക്ഷൻ പ്ലസ് നിന്ന് മൈനസിലേക്ക് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പൊളാരിറ്റി മാർക്ക് ചെയ്യുക. അതാണ് കൺവെൻഷൻ. ഇനി സോഴ്സസ് ഇല്ല എന്ന് വിചാരിക്കുക, when active sources are absent, active sources ഇല്ലെങ്കിൽ, active sources absent ആണെങ്കിൽ current flow in resistor. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഉണ്ടെങ്കിലും സോഴ്സ് ഇല്ലെങ്കിലും ഒരുപോലെയാണ്. റെസിസ്റ്ററിൽ
സോഴ്സ് ഉണ്ടെങ്കിലും കറണ്ട് പോവുക പ്ലസ് നിന്ന് മൈനസിലേക്കാണ്. റെസിസ്റ്ററിൽ സോഴ്സ് ഇല്ലെങ്കിലും കറണ്ട് പോവുക പ്ലസ് നിന്ന് മൈനസിലേക്കാണ്. കാരണം റെസിസ്റ്റേഴ്സ് ആർ ഓൾവേസ് അബ്സോർബിങ് എനർജി. അവരൊരിക്കലും എനർജി ഡെലിവർ ചെയ്യില്ല. കിട്ടുന്ന എനർജി അവരെടുക്കുകയുള്ളൂ, എന്നിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയും. അല്ലാതെ വേറെ എലിമെന്റ്സിന് ഒരിക്കലും അവർ ഡെലിവർ ചെയ്ത് കൊടുക്കില്ല. നേരെ മറിച്ച് ഇൻഡക്ടറും കപ്പാസിറ്ററും ആണെങ്കിൽ അതിലെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് മൈനസ് ടു പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴാണത്? വെൻ ആക്റ്റീവ് സോഴ്സസ് ആർ ആബ്സെന്റ്. ഇതുപോലെ സോഴ്സസ് ഇല്ല എങ്കിൽ, സോഴ്സസ് പ്രസന്റ് അല്ല എങ്കിൽ ടെമ്പററി സോഴ്സ് ആയിട്ട് ആര് വർക്ക് ചെയ്യും? ഇൻഡക്ടറും കപ്പാസിറ്ററും വർക്ക് ചെയ്യും. കാരണം എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താ? സ്റ്റോറേജ് എലിമെന്റ് ആണ്, ബാറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സോഴ്സസ് ആക്റ്റീവ് സോഴ്സസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കറണ്ടിലും ബാറ്ററിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബാറ്ററിയിൽ വർക്ക് ചെയ്യും. കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിലുള്ള ബാറ്ററി ചാർജ് ആവും. കറണ്ട് പോകുന്ന സമയത്ത് ആ ബാറ്ററി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ഈ കറണ്ട് പൊളാരിറ്റി, വോൾട്ടേജ് പൊളാരിറ്റി ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത്. ആക്റ്റീവ് സോഴ്സസ് ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ഇൻ സോഴ്സസ് വിൽ ബി നെഗറ്റീവ് ടു പോസിറ്റീവ്. സോഴ്സസിൽ പാസീവ് എലിമെന്റ്സിൽ പ്ലസ് ടു മൈനസ്. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആക്റ്റീവ് സോഴ്സസ് ആബ്സെന്റ് ആണെങ്കിൽ റെസിസ്റ്ററിൽ പഴയതുപോലെ തന്നെ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും നേരെ ഓപ്പോസിറ്റ് ആവും. കാരണം ഇൻഡക്ടറും കപ്പാസിറ്ററും സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. സോഴ്സിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ? മൈനസ് ടു പ്ലസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ആണ് കൺവെൻഷൻ. ഈ കൺവെൻഷൻ വെച്ച് നമുക്ക് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടെ നോക്കാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് V1 ആൻഡ് V2. ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് KVL അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വോൾട്ടേജ് പൊളാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മാർക്ക് ചെയ്ത പൊളാരിറ്റി കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയേ. നിങ്ങൾ ഈ സർക്യൂട്ടിൽ നോക്കുന്ന സമയത്ത് V1 ഉം V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. V1 എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന വോൾട്ടേജാണ്, ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. V2 എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. റെസിസ്റ്റർ വാല്യൂ ഒന്നും ഇവിടെ തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യുക? നമ്മൾ KVL അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. KVL അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്ലോസ്ഡ് പാത്ത് വേണ്ടേ? ക്ലോസ്ഡ് ലൂപ്പ് വേണ്ടേ? ഇവിടെ എവിടെയാ ക്ലോസ്ഡ് പാത്ത് ഇരിക്കുന്നത്? ഇവിടെ 2 ക്ലോസ്ഡ് പാത്ത്, 3 ക്ലോസ്ഡ് പാത്ത് ഉണ്ട് ആക്ച്വലി. അപ്പം നമുക്ക് 2 ക്ലോസ്ഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് KVL അപ്ലൈ ചെയ്യാം. അതിൽ ഒരു ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നതാ ഈ F എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് A വഴി B വഴി E വഴി വീണ്ടും Fലേക്ക് എത്തുന്ന ഒരു പാത്ത്. വേറൊരു പാത്ത് എന്ന് പറഞ്ഞാൽ E എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് B വഴി C വഴി D വഴി വീണ്ടും Eയിലേക്ക് എത്തുന്ന പാത്ത്. ഇനി വേറൊരു പാത്ത് ഉണ്ട്. ആ പാത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് F എന്ന് സ്റ്റാർട്ട് ചെയ്ത് A വഴി B വഴി C വഴി D വഴി E വഴി Fലേക്ക് എത്താം. അതൊരു ക്ലോസ്ഡ് പാത്താണ്. അപ്പോൾ 3 ക്ലോസ്ഡ് പാത്ത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 ക്ലോസ്ഡ് പാത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? V1 ഉം V2 ഉം കിട്ടും. അപ്പോൾ ഞാൻ 2 ബ്ലൂവിനെ ഫസ്റ്റും സെക്കൻഡും ക്ലോസ്ഡ് പാത്ത് ആക്കിയിട്ട് കൺസിഡർ ചെയ്തു. അതിൽ KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലോസ്ഡ് പാത്തിൽ KVL അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് ക്ലോസ്ഡ് പാത്ത് നിങ്ങളൊന്ന് നോക്കിയേ, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഫസ്റ്റ് ക്ലോസ്ഡ് പാത്ത് ഞാൻ തൽക്കാലം ഇതൊന്ന് മായ്ക്കാം. ഫസ്റ്റ് ക്ലോസ്ഡ് പാത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലോസ്ഡ് പാത്ത്. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു റെസിസ്റ്റർ ഉണ്ട്, വേറൊരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കറണ്ട് നിങ്ങൾക്ക് ഈ വോൾട്ടേജിന്റെ പൊളാരിറ്റീസ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇവിടെ പ്ലസ് മൈനസ് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. പൊളാരിറ്റി അറിയാതെ നിങ്ങൾ എങ്ങനെ KVL അപ്ലൈ ചെയ്യും? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെല്ലെ സോഴ്സസ് നോക്കുക. സോഴ്സ് പ്രസന്റ് ആണല്ലോ. സോഴ്സ് പ്രസന്റ് ആയിട്ടുള്ള സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ എങ്ങനെയാ? സോഴ്സിൽ മൈനസ് പോസിറ്റീവിലേക്ക്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ. അപ്പോൾ കറണ്ട് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇവിടുന്ന് കറണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇവിടുന്ന് വഴിമാറി പോകില്ലല്ലോ, ഇവിടുന്ന് ഇങ്ങനെ തന്നെയല്ലേ പോകുള്ളൂ. അപ്പോൾ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആണ് കറണ്ട് പോകുന്നത്. റെസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ എപ്പോഴും എങ്ങനെയായിരിക്കും? പ്ലസ് ടു മൈനസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി പ്ലസ് മൈനസ് V1 എന്നായിരിക്കും. ഇത് അവർ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പൊളാരിറ്റി എഴുതാൻ പറയും. സിമിലർലി അതേ കറണ്ട് ഇവിടെ എത്തുന്നു, ആ കറണ്ട് ഇതിൽ കൂടി ഇങ്ങോട്ടേക്ക് പോകുന്നു. സെയിം കറണ്ട് അല്ല, എന്തായാലും കറണ്ട് ഫ്ലോ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. കറണ്ട് ഫ്ലോ റെസിസ്റ്ററിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്ലസ് മൈനസ് പൊളാരിറ്റിയിൽ ഒരു വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 8 വോൾട്ടാന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് 8 വോൾട്ട്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് കിട്ടി. ക്ലോസ്ഡ് ലൂപ്പിലുള്ള എല്ലാ വോൾട്ടേജസും കിട്ടി. KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്ന വോൾട്ടേജ് എത്ര? 12 വോൾട്ട്. 12 വോൾട്ടിന്റെ പൊളാരിറ്റി എന്താ? മൈനസ് ടു പ്ലസിനെ ഞാൻ എന്തായിട്ട് എടുക്കുക? പ്ലസ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്ന വോൾട്ടേജ് ഏതാ? V1ന്റെ പൊളാരിറ്റി എന്താ? പ്ലസ് ടു മൈനസ്. സോ പ്ലസ് ടു മൈനസിന് ഞാൻ എന്തായിട്ട് എടുക്കാം? മൈനസ്. സോ 12 മൈനസ് V1. തേർഡ് വോൾട്ടേജ് എന്താ? 8 വോൾട്ട്. 8 വോൾട്ടിന്റെ പൊളാരിറ്റി എന്താ? പ്ലസ് മൈനസിന് ഞാൻ എന്തായിട്ട് എടുക്കാം? മൈനസ്.
So these are the different voltages in loop 1. So this is the algebraic sum equal to 0. 12 minus 8 എത്രയാ 4. So 4 minus V1 is equal to 0. V1 is equal to 4 volt. V1 ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് ലൂപ്പ് വേണമെങ്കിലും എടുക്കാം. ഈ ഫുൾ ലൂപ്പ് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെപ്പറേറ്റ് ലൂപ്പ് മാത്രമായിട്ട് എടുക്കാം. ഈ സെപ്പറേറ്റ് ലൂപ്പ് അല്ല, ഇതിൽ സോഴ്സ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. സോഴ്സ് ഇപ്പുറത്തുണ്ട്, ആ സോഴ്സിന്റെ എഫക്റ്റ് ആണ്. ആ സോഴ്സ് കൊണ്ടുള്ള കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലാതെ അത് സോഴ്സ് ഇല്ലാത്ത സർക്യൂട്ട് അല്ല. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, സെക്കൻഡ് ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഒന്ന് നോക്കിയാൽ പറയുന്ന പോലെ പൊളാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഇവിടെ V2 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇവിടെ 2 വോൾട്ട് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ കൺസിഡർ ചെയ്യും. കറണ്ട് ഫ്ലോ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്ലസ് മൈനസ്, ഇനിയിപ്പം നിങ്ങൾക്ക് അഥവാ കറണ്ട് ഫ്ലോ എടുത്തത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. കറണ്ട് ഫ്ലോ നിങ്ങൾ കൺസിഡർ ചെയ്ത തെറ്റാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, ഇക്വേഷൻ എഴുതി വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പൊളാരിറ്റി തന്നിട്ടുണ്ട്. പൊളാരിറ്റി തന്നതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ഇവിടെ കൺഫ്യൂഷൻ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് -2 പ്ലസ്, പിന്നെ എങ്ങനെയാ കറണ്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാന്നല്ലേ. ആക്ച്വലി ഇവിടുന്ന് ഇങ്ങോട്ടൊരു കറണ്ട് പോകുന്നുണ്ട്. ഇവൻ പറഞ്ഞു വിടുന്ന കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവൻ പറഞ്ഞു വിടുന്ന കറണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് കറണ്ട്, ഒരു കറണ്ട് ഇങ്ങനെ പോയി ഇവിടുന്ന് സ്പ്ലിറ്റ് ആയത് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് കറണ്ടിന്റെ റിസൾട്ടന്റ് ആണ് ഇതിൽ കൂടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓരോ കറണ്ടിന്റെ പെർസ്പെക്റ്റീവിൽ എടുക്കുമ്പോൾ കാര്യം കറക്റ്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അവിടെ പൊളാരിറ്റി തന്നിട്ടുണ്ട്. സോ -2 പ്ലസ്, +2 മൈനസ്, +2 മൈനസ്, ഇതാണ് നമ്മുടെ വോൾട്ടേജ് പൊളാരിറ്റി. ഒന്ന് KVL ഇക്വേഷൻ പറഞ്ഞേ. സെക്കൻഡ് ലൂപ്പിൽ KVL ഇക്വേഷൻ പറഞ്ഞേ. ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്ന വോൾട്ടേജ് എന്താ, 8 വോൾട്ട്. 8 വോൾട്ടിന്റെ പൊളാരിറ്റി എന്താ, -2 പ്ലസ്. സോ കൺസിഡർ ഇറ്റ് ആസ് 8. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാ, +-V2. കൺസിഡർ ഇറ്റ് ആസ് -V2. തേർഡ് വോൾട്ടേജ് എന്താ, +-2 വോൾട്ട്. പ്ലസ് മൈനസിന് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക, മൈനസ്. കൺസിഡർ ഇറ്റ് ആസ് 2 വോൾട്ട് ഈക്വൽ ടു 0. 8 - 2 6. 6 - V2 is equal to 0, which implies V2 is equal to 6 volt. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഫുൾ ലൂപ്പ് എടുക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടേക്ക് വരുന്ന ലൂപ്പ്. ഓക്കെ, ഓൾറെഡി V1ന്റെ വാല്യൂ നമ്മൾ 4 വോൾട്ട് ഇവിടെ കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് എക്സ്പ്രഷൻ പറഞ്ഞേ, ഫുൾ ലൂപ്പിൽ ഒന്ന് എക്സ്പ്രഷൻ പറഞ്ഞേ. ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്ന വോൾട്ടേജ് ഏതാ, 12 വോൾട്ട്. എന്താ പൊളാരിറ്റി, -2 പ്ലസ്. സോ കൺസിഡർ ഇറ്റ് ആസ് 12. നെക്സ്റ്റ് വരുന്നത് 4 വോൾട്ട്. പൊളാരിറ്റി എന്താ, +2 മൈനസ്. കൺസിഡർ ഇറ്റ് ആസ് -4. നെക്സ്റ്റ് വരുന്നത് V2. പൊളാരിറ്റി എന്താ, +-. സോ -V2. നെക്സ്റ്റ് വരുന്നത് എന്താ, +-. നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക, നെഗറ്റീവ്. എത്ര വോൾട്ടാ, 2 വോൾട്ട്. സോ -2 ഈസ് ഈക്വൽ ടു 0. 12 - 4 8. 8 - 2 6. So 6 minus V2 is equal to 0, which implies V2 is equal to 6 volt. കണ്ടോ, എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും, ഏത് ലൂപ്പ് എടുത്തു കഴിഞ്ഞാലും, ഏത് കൺവെൻഷൻ എടുത്തു കഴിഞ്ഞാലും കിട്ടുന്ന വോൾട്ടേജ് എന്താ, സെയിം. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ എടുത്ത പൊളാരിറ്റി തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം. നിങ്ങൾ ഇവിടെ എടുത്ത പൊളാരിറ്റി -2 പ്ലസ് V2 എന്നാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് V2 എത്ര കിട്ടും, -6 വോൾട്ട് കിട്ടും. -6 വോൾട്ട് കിട്ടിയ അതിൻ്റെ അർത്ഥം എന്താ, പൊളാരിറ്റി തിരിഞ്ഞു പോയി എന്നാണ് അർത്ഥം. അപ്പോൾ KVLും KCLും നിങ്ങൾ ഒരിക്കലും ചതിക്കില്ല. ധൈര്യമായിട്ട് പൊളാരിറ്റി അപ്ലൈ ചെയ്തോളൂ, ധൈര്യമായിട്ട് പ്രോബ്ലം ചെയ്തോളൂ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ algebraic sum of current at a node is equal to 0. algebraic sum of voltage across any closed loop equal to 0. ഈ രണ്ട് റൂൾസ് മാത്രം മനസ്സിലുണ്ടായാൽ മതി. KVL KCL വെച്ചിട്ടുള്ള ഫുൾ പ്രോബ്ലംസും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ KVL KCL പോലെ ഇലക്ട്രിക് സർക്യൂട്ട്സിന് ബാക്കിയുള്ള സിലബസും KW അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കംപ്ലീറ്റ് സിലബസ് വൈസ് ക്ലാസ്സുകളെല്ലാം വൺസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഉണ്ടാവും, നമ്പേഴ്സും ഉണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.